തിരുവനന്തപുരത്തെ മുതിർന്ന ബി.ജെ.പി. നേതാവും കോർപ്പറേഷൻ കൗൺസിലറുമായ കെ അനിൽകുമാറിനെ കൗൺസിലർ ഓഫീസിനുള്ളിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. അനിൽകുമാർ ഭാരവാഹിയായ വലിയശാല ഫാം ആൻഡ് ടൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സാമ്പത്തിക ക്രമക്കേടാണ് മരണകാരണമെന്ന് പോലീസ് അറിയിച്ചു. ആരും സഹായിച്ചില്ലെന്നും ഒറ്റപ്പെടുത്തിയെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ ബി.ജെ.പി. പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. തിരുവനന്തപുരത്തെ ബി.ജെ.പിയുടെ മുതിർന്ന നേതാവും തിരുമല കൗൺസിലറുമായ അനിൽകുമാറിന്റെ ആത്മഹത്യയിൽ തലസ്ഥാനം നടുങ്ങി. ഇന്ന് രാവിലെ 8:30യോടെയാണ് തിരുമലയിലെ കൗൺസിലർ ഓഫീസിൽ അനിലിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഓഫീസിലെത്തിയ കൗൺസിലർ മഞ്ജു ആണ് മൃതദേഹം ആദ്യം കണ്ടത്. എല്ലാവരെയും താൻ സഹായിച്ചു, പക്ഷേ തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണെന്ന് പോലീസ് കണ്ടെത്തിയ അനിൽകുമാറിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. എല്ലാവർക്കും സൗഹൃദപരമായിട്ട് എല്ലാവരായിട്ട് പെരുമാറുകയും എല്ലാവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു കൗൺസിലറായിരുന്നു. എന്ത് പറ്റി എന്നറിയില്ല. മാനസികമായിട്ട് വളരെ വിഷമത്തിലാണ് ഞങ്ങളെല്ലാവരും വളരെ വിഷമത്തിലാണ്. കൗൺസിലറെ സംബന്ധിച്ചോളം ഇന്നുവരെ ഒരു അലിഗേഷനോ അല്ലെങ്കിൽ വേറൊരു തെറ്റിദ്ധാരണയോ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ബി.ജെ.പിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ സെക്രട്ടറി ആയിരുന്ന അനിൽ വലിയശാലയിലെ ഫാം ആൻഡ് ടൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്നു. ബാങ്കിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. വലിയശാല ഫാം സൊസൈറ്റിയിൽ നിക്ഷേപകർക്ക് കൊടുക്കാനുള്ളത് 6 കോടിയോളം രൂപയാണ്. വായ്പയായി നൽകിയ 11 കോടിയോളം രൂപ തിരികെ ലഭിക്കാനുമുണ്ട്. വായ്പ എടുത്തവരിൽ പലരും പണം തിരികെ നൽകിയില്ല. അതോടെ നിക്ഷേപകർ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇതിന് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. എല്ലാ കുറ്റവും തന്റെ പേരിലായതിനാൽ ജീവിതം അവസാനിപ്പിക്കുന്നുവെന്നും കുറിപ്പിലുണ്ട്. മക്കളെ നന്നായി നോക്കണം എന്ന് ഭാര്യയോടും കുറിപ്പിൽ അനിൽ പറയുന്നു. ഇന്നത്തെ കേരളത്തിലെ സഹകരണ മേഖലയിൽ ഉണ്ടായിട്ടുള്ള നിർഭാഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ സഹകരണ സംഘത്തിന് ബാധിക്കുമ്പോൾ ഡെപ്പോസിറ്റേഴ്സ് തിരിച്ച് പൈസ വാങ്ങാൻ വരുമോ എന്നുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. അതുമാത്രമല്ല, ഞങ്ങളത് ഇടപെടുകയും ലോണെടുത്ത് അടയ്ക്കാത്ത ആൾക്കാരെ ഞങ്ങൾ അടക്കം എല്ലാ നാട്ടുകാരുടെയും ഞങ്ങൾ ലിസ്റ്റ് എടുത്ത് ഞങ്ങൾ പാർട്ടി ഓഫീസിൽ വെച്ച് തന്നെ അനിയുടെ സാന്നിധ്യത്തിൽ വിളിച്ച് ലോൺ അടയ്ക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം, ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് പറയുകയും ഡെപ്പോസിറ്റേഴ്സിനെ ഓരോരുത്തരെയും കണ്ട് സമയം കൊടുക്കണമെന്ന് ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി. സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടും ബി.ജെ.പി. ഒറ്റപ്പെടുത്തിയെന്ന ആരോപണം നിലനിൽക്കെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പോസ്റ്റ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയത്. സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെ അറിയിച്ചുവെന്ന് സമ്മതിച്ചുകൊണ്ടായിരുന്നു ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ അനുശോചനക്കുറിപ്പ്. അതേസമയം സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടതായി അറിയാമെന്ന് മേയർ ആര്യ രാജേന്ദ്രനും സ്ഥിരീകരിച്ചു. നമുക്ക് വിശദമായ വിവരങ്ങളൊക്കെ കിട്ടി. എന്താണെന്ന് അതിനെപ്പറ്റിയുള്ള അഭിപ്രായമൊക്കെ ഇതിന് ശേഷം പറയാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം സഹപ്രവർത്തകരോടൊപ്പം പൂർണ്ണമായി ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങൾക്ക് മതിയായ സങ്കടമുണ്ട്. ആത്മഹത്യാക്കുറിപ്പിനെ കുറിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ മാധ്യമപ്രവർത്തകർ ബി.ജെ.പി. പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. ക്യാമറകൾ തല്ലിപ്പൊട്ടിച്ചു. വനിതാ മാധ്യമപ്രവർത്തകരെ അടക്കം പിടിച്ചു തള്ളി റോഡിലിറക്കി. പലർക്കും പരിക്കേറ്റു. മുതിർന്ന നേതാക്കൾ നോക്കി നിൽക്കെയായിരുന്നു പ്രവർത്തകരുടെ അതിക്രമം. ബാങ്കിന്റെ സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച കോർപ്പറേഷൻ വാർഡുകളിൽ CPIM പ്രതിഷേധം സംഘടിപ്പിക്കും. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പൂജപ്പുര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.